ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. കല്ലറയ്ക്കൽ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ എത്തിച്ചേരുവാൻ ആ സ്ത്രീകളെ പ്രേരിപ്പിച്ച ചേതോ വികാരം എന്തായിരിക്കും? ഉത്തരം ഒന്നേയുള്ളൂ, അതാണ് സ്നേഹം. യേശുവിൻ്റെ കൂടെ നടന്ന സദ്യ ഉണ്ടവരും സൗഖ്യം പ്രാപിച്ചവരും പ്രശസ്തി പങ്കിട്ടവരും കുരിശിൻ ചുവട്ടിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറെ പാവം സ്ത്രീകൾ ക്രൂശിതനെ വിട്ടുപോകാതെ അവിടെ തന്നെ നിന്നു. ഒന്നും പ്രതീക്ഷിച്ചല്ല. കാരണം കല്ലറയിൽ അടക്കപ്പെട്ടവനിൽ നിന്നും ഇനിയെന്ത് കിട്ടാനാണ്? തീരാത്ത കടപ്പാടിൻ്റെയും ദൈവത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കലിൻ്റെയും അനുഭവമാണത്. ജപ്പാനിലെ ടോക്കിയോ നഗരത്തിനടുത്തുള്ള ഒരു പട്ടണമായ ഷിബുയായിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പട്ടിയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. പേര് ഹാച്ചിക്കോ. ആ പ്രതിമ സ്ഥാപിച്ച് ആദരാഞ്ജലി അർപ്പിക്കുവാൻ അവിടുത്തെ ജനം തയ്യാറായതിൻ്റെ കാരണം നാം അറിഞ്ഞിരിക്കണം. അവൻ നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും യജമാന ഭക്തിയുടെയും ഒരു നല്ല മാതൃകയായിരുന്നു. അവൻ്റെ യജമാനൻ ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അകലെയുള്ള ഒരു സ്ഥലത്താണ് ജോലി ചെയ്തിരുന്നത്. എല്ലാ ദിവസവും രാവിലെ ട്രെയിനിൽ പോകുന്നതിനായി സ്റ്റേഷനിൽ എത്തുമ്പോൾ ഹാച്ചിക്കോയും കൂടെയുണ്ടാകും. വൈകിട്ട് യജമാനൻ തിരിച്ചു വരുന്ന സമയം വരെ അവൻ സ്റ്റേഷനിൽ തന്നെ ഉണ്ടാകും. മറ്റുള്ള യാത്രക്കാർക്കും കൗതുകം നിറഞ്ഞ കാഴ്ചയായിരുന്നു അത്. എന്നാൽ പ്രതീക്ഷിക്കാതെ അവൻ്റെ യജമാനൻ മരണപ്പെട്ടു. എന്നിട്ടും മുടങ്ങാതെ അവൻ സ്റ്റേഷനിൽ യജമാനൻ വരുന്നതും കാത്ത് കിടക്കുമായിരുന്നു. നീണ്ട 9 വർഷം. അങ്ങനെ ഹാച്ചിക്കോയും ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. സ്നേഹത്തിൻ്റെ ഒരു നല്ല മാതൃക ആ മൃഗസ്നേഹിയിൽ കണ്ടതുകൊണ്ട് ആ സ്മരണ നിലനിർത്തുവാനായിട്ടാണ് ഹാച്ചിക്കോയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചത്. ആ മൃഗം തൻ്റെ യജമാനനോട് കാണിച്ച കാപട്യരഹിതമായ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും അത്രയുമെങ്കിലും സ്നേഹവും കരുണയും സ്വന്തം ജീവനും തന്ന് നമ്മെ വീണ്ടെടുത്ത കർത്താവിനോട് നമുക്കുണ്ട്. ആവർത്തനം 6:5. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനം നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.